സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ച് അധികം പ്രസംഗങ്ങൾ ചെയ്തിട്ടില്ല. അപ്പൊ ഈ നാളുകളിൽ അത് ഒരു വലിയ ആവശ്യമായിട്ട് തോന്നിയതുകൊണ്ട് അതിന്റെ പഠനം നടത്തി ശ്രമിക്കുക. സെന്റ് പോൾസിനാണ് തുടങ്ങി, പക്ഷെ അത് കൊണ്ടുവന്നതെല്ലാം അവിടെ പൂർത്തീകരിക്കാൻ പറ്റിയില്ല. ഇവിടെ ഇപ്പോ ആദ്യത്തെ ഒരു ഭാഗം ഞാൻ വിട്ടിട്ട് രണ്ടാമതും ഉള്ളത് തുടങ്ങി. ആദ്യത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് യേശു അതിന്റെ ഫസ്റ്റ് അഡ്വന്റിനെ സംബന്ധിച്ചാൽ പറയാനായിട്ട് സമയം പോയാൽ പിന്നീട് അവസാനത്തെ ദിവസം പിന്നെ ഒക്കാതെ. അതുകൊണ്ടാണ് സെക്കൻഡ് സ്റ്റേജില് 3 phases ഓഫ് കിങ്ഡം ഓഫ് ഗോഡ് എന്ന ആ കാര്യത്തിന്റെ 3 തലങ്ങൾ പറയാനായിട്ട് ശ്രമിച്ചത്. ഇന്ന് ഞാൻ പറയുന്ന ഭാഗം ദി നേച്ചർ ഓഫ് സെക്കൻഡ് കമ്മിങ് എന്ന്, കർത്താവിന്റെ രണ്ടാമത്തെ വരവിന്റെ അതിന്റെ സ്വഭാവങ്ങൾ. അതും അതിനകത്തെല്ലാം പറയാനായിട്ട് പറ്റുകയില്ല. വായിച്ച വേദഭാഗം ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 20 മുതലുള്ള വാക്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ച ഒരു വേദഭാഗം വീണ്ടും പറയുകയാണ്. ചിലപ്പോൾ ഈ ദിവസങ്ങളിൽ വേദഭാഗങ്ങൾ ആവർത്തിക്കപ്പെടേണ്ടതായിട്ട് വരും. കാരണം ഇതിനകത്ത് അതെല്ലാം ഉള്ളത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ റെപ്പറ്റീഷൻ പ്രയാസമായിട്ട് തോന്നണ്ട. ഒരു ഇന്നലെ കേട്ട ആളാണ്, ഞങ്ങൾക്കറിയാമല്ലോ എന്നുള്ള രീതിയിലേക്കല്ല. കർത്താവ് വരുന്ന ആ വരവിനെ കുറിച്ച് പറഞ്ഞ വേദഭാഗങ്ങളെല്ലാം പൊതുവെ പ്രധാനപ്പെട്ടത് യേശു കർത്താവ് പറഞ്ഞതും ശിഷ്യന്മാരെ പറഞ്ഞതും അപ്പോസ്തലന്മാരെ പിന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെളിപാട് പുസ്തകത്തിലെ ആദ്യത്തെ ഭാഗവും ഒക്കെ ഞാൻ പറഞ്ഞു. അതിനകത്ത് അപ്പോസ്തല പ്രവൃത്തിയിൽ 1-ാം അധ്യായം 11-ാമത്തെ വാക്യം വീണ്ടും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. നമുക്കത് വളരെ പരിചിതമാണ്. അവിടെ പറയുന്നത് കർത്താവിന്റെ ഉദ്ധാന സമയം, സ്വർഗാരോഹണ സമയം, ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്ന ശിഷ്യന്മാരെ നോക്കി ദൈവത്തിന്റെ ദൂതന്മാരെ പറയുന്ന വാക്കാണ്. അവിടെ പറയുന്ന വാക്ക് എന്താണ്? ഓർക്കുന്നുണ്ടോ? പെട്ടെന്ന് പറഞ്ഞേ. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ, the same person, the same Christ will come again. വീണ്ടും വരും. വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞു മേഘാരൂഢനായി വരും. അത് കർത്താവ് തന്റെ സുവിശേഷത്തിൽ പറഞ്ഞത് തന്നെയാണ്. അപ്പോ ഈ വീണ്ടും വരുന്ന ആ കർത്താവ് the same way, ഇന്നലെ അത് ഞാൻ സൂചിപ്പിച്ചായിരുന്നു. അതിന് കൂടുതൽ കാര്യങ്ങളാണ് പറയുന്നത്. വെളിപാട് അപ്പോസ്തല പ്രവൃത്തിയിൽ അത് പറയുമ്പോൾ എന്താണ് അവിടെ പ്രധാനമായിട്ട് ദൈവത്തിന്റെ ആ ഒരു പുനരുത്ഥാനത്തിന്റെ ആ ഒരു ഇൻവിസിബിൾ ആ സ്റ്റേജിന്റെ പൂർണ്ണതയിലേക്ക് വരും. അതായത് ഫിസിക്കൽ പ്രസൻസ് ലോകത്തിൽ ഉണ്ടായി. ആ ഫിസിക്കൽ പ്രസൻസ് കഴിഞ്ഞിട്ട് മരണം, ഉത്ഥാനം കഴിഞ്ഞിട്ടുള്ള പിന്നീടുള്ള ദിവസങ്ങളിൽ അവർക്ക് മനസ്സിലായി എങ്കിലും അതൊരു ഇൻവിസിബിൾ റിയാലിറ്റിയാണ്, ഫിസിക്കൽ പ്രസൻസ് അല്ല. അതിന്റെ അവസാന ഘട്ടമാണ് ഈ സ്വർഗാരോഹണം ചെയ്ത് പോകുന്ന ആ സ്ഥിതിവിശേഷം. അപ്പോ ശരീരത്തിൽ തന്നെ യേശുവിനെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്ന ആളുകൾക്ക് പുനരുത്ഥാനം ചെയ്ത കർത്താവിനെ അംഗീകരിക്കാനായിട്ട് അവർക്ക് വിഷമം തോന്നി. അവർ ഭ്രമിച്ചുപോയി എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ പുനരുത്ഥാനം ചെയ്ത ഈ ഇൻവിസിബിൾ റിയാലിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ മാറിപ്പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശൂന്യത, ആ ശൂന്യത ആണ് അവരെ വിഷമിപ്പിക്കുന്നത്. അപ്പൊ അത് അവർ കാണുകയാണ് പോകുന്നത്. അതുകൊണ്ടാണ് അത് വിസിബിൾ എന്ന് പറയുന്നത്. അവർക്ക് മനസ്സിലാകത്തക്കവണ്ണം ബോധ്യപ്പെടുത്തിക്കൊണ്ട് മാറിപ്പോവുകയാണ്. ആകാശമേഘങ്ങളിൽ അത് മറയുകയാണ്. ആകാശമേഘങ്ങളിൽ മറഞ്ഞ് ആ ഇൻവിസിബിൾ ആയിട്ടുള്ള ആ
സ്ഥിതിയുടെ ഒരു പ്രഭ തന്നെ മാറിപ്പോകും. മൂന്നാമത് അവിടെ ശബ്ദം കേൾക്കും. സൗണ്ട്, ദൈവത്തിന്റെ ദൂതന്മാരുടെ ശബ്ദം ശിഷ്യന്മാരോട് പറയുന്ന ആ ശബ്ദം അവർ കേൾക്കും. ആ ശബ്ദം എന്ന് പറയുന്നത് അവരുടെ തന്നെ അനുഭവത്തിൽ വരുന്ന ഒരു റിയാലിറ്റിയാണ്. ആ സൗണ്ട് അവർ കേട്ടിട്ട് കാഴ്ചയും കൂടെ ആയപ്പോൾ രണ്ടും കൂടെ അവരുടെ മനസ്സിലേക്ക് ഇത് വന്നു പതിയും. ഇപ്പോ നിങ്ങൾ എന്നെ കാണുന്നു, ശബ്ദം കേൾക്കും. ആളിനെ കാണാതെ ശബ്ദം കേൾക്കുന്നതും ആളിനെ കണ്ടുകൊണ്ട് ശബ്ദം കേൾക്കുന്നതും തമ്മിൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ളത് കണ്ട് കേൾക്കുന്നതാണ്. അപ്പൊ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത് പോകുന്നു എന്ന് പറയുന്ന ആ കാഴ്ച വിസിബിൾ ആയിട്ട് ഇരിക്കുകയും ഒപ്പം ശിഷ്യന്മാരോട് ദൈവത്തിന്റെ ദൂതൻ പറയുകയും ചെയ്തത് വരുമ്പോൾ ആ ട്രേസ് അവരുടെ മനസ്സിലേക്ക് അങ്ങ് പതിയുകയാണ്. കാണുകയും കേൾക്കുകയും ചെയ്തത് മനസ്സിലേക്ക് പതിയുകയാണ്. ആ മനസ്സിലേക്ക് പതിയുന്നത് അവരുടെ വിശ്വാസം